മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. ഒന്നും കൂടെ ഞാനത് വായിക്കാം. 18-ാമത്തെ വാക്യം. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അടുത്ത ഭാഗം 19. അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ വാക്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷകളെ ഒന്ന് ചേർത്ത് വയ്ക്കുവാണ്. ആ സാലേം രാജാവായ മെൽക്കിസദേക്ക് പുരോഹിതനായ ആ വ്യക്തി അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, അബ്രഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം അനുഗ്രഹിച്ചു എന്ന വാക്കിനും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്നതിനും പ്രത്യേകതയുണ്ട്. നമ്മൾ പറയില്ലേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിച്ചുകൊണ്ട് പറയണം, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും എന്നല്ല. അത്രയും മാത്രമല്ല, ദൈവം നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ചുകൊണ്ടത് പറയണം. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ. നിന്റെ മേൽ അനുഗ്രഹിച്ചു എന്ന പൊക്കോ എന്നല്ല, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. നിങ്ങളുടെ വീടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പോരാ, അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ഇന്ന ഇന്ന രീതിയിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം, പറഞ്ഞ് അനുഗ്രഹിക്കണം. സാമ്പത്തികമായി ദൈവമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം